ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് iQOO പുറത്തിറക്കുന്ന അവരുടെ iQOO C5ൻ്റെ അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസും സ്പെക്സും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സോ നേരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിംഗ് പാക്കേജ് ഒന്ന് നോക്കാം. സെയിം നമ്മുടെ iQOO സീരീസിൽ വരുന്ന എല്ലാ ഫോണിലും കിട്ടുന്ന പോലത്തെ ഒരു ടിപ്പിക്കൽ iQOO ബോക്സിംഗ് പാക്കേജാണ് വന്നിരിക്കുന്നത്. iQOO C3യിലും അതോടൊപ്പം iQOO 7ലും 7 ലെജൻഡിലും കണ്ട സെയിം ബോക്സിംഗ് പാക്കേജാണ്. എന്തായാലും നമുക്കൊരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ബോക്സിൻ്റെ അകത്ത് ബാക്കി കിട്ടുന്ന കണ്ടൻസും കാര്യങ്ങളും നോക്കാം. ഇതൊരു BMW പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല. സോ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫുള്ളായിട്ട് തന്നെ iQOOൻ്റെ ബ്രാൻഡിങ് എന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ടോപ്പ് ഷെല്ലിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഒരു സിൽക്കൺ കേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമുക്കൊരു കിക്ക് സ്റ്റാർട്ട് ഗൈഡ് കിട്ടുന്നുണ്ട്, ഒരു വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട്. ഇത്രയും മാത്രമാണ് കിട്ടുന്നത്. പിന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ മെയിൻ യൂണിറ്റ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് iQOO C3. സോ നമുക്ക് സ്മാർട്ട് ഫോൺ ഒന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ യൂണിറ്റ്. സോ നമുക്ക് ഈ ഒരു റാപ്പിംഗ് കളഞ്ഞിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വെളിയിലേക്ക് എടുക്കാം. സോ സ്മാർട്ട് ഫോൺ മാറ്റി വെച്ചിട്ട് ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. സോ ഒരു ടൈപ്പ് സി കേബിൾ കിട്ടുന്നുണ്ട്, 44 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബോക്സിൻ്റെ അകത്ത് വരുന്നത് ഒരു സിം ജംഗ്ഷൻ പിന്നാണ്. ഇത്രയും മാത്രമാണ് ബോക്സിൻ്റെ അകത്ത് വരുന്ന കണ്ടൻസ്. സോ നമുക്കിനി നമ്മുടെ യൂണിറ്റിലേക്ക് കിടക്കാം. സോ നല്ലൊരു മാറ്റ് ഫിനിഷാണ് കമ്പനി ബാക്കിലായിട്ട് തന്നിരിക്കുന്നത്. അത് ഫോൺ എടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ തന്നെയാണ് താഴ്ഭാഗത്തും മോൾ ഭാഗത്തും എല്ലാം കൊടുത്തിരിക്കുന്നത്. കയ്യിലൊക്കെ പിടിക്കാൻ നല്ല ഹാൻഡി ലുക്കുള്ളൊരു ഫോണാണ്. ഒരു പ്രീമിയം ഫിനിഷ് കമ്പനി തന്നിട്ടുണ്ട് ബാക്കിലായിട്ടൊക്കെ. നല്ലൊരു ഒരു മാറ്റ് ഫിനിഷ്. സോ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് നമ്മുടെ iQOOൻ്റെ C3. നല്ല കയ്യിൽ വെക്കാനും കയ്യിൽ ഒതുങ്ങുന്നതുമായിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. സോ എനിക്ക് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്തപ്പോഴും കയ്യിൽ പിടിക്കാൻ നേരത്തൊക്കെ നല്ല രസമുണ്ട്. സോ ഇത് നമുക്ക് സ്മാർട്ട് ഫോൺ സെറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. സോ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇവരുടെ ഫണ്ട് ചോയ്സ് 12 ആണ്. അത് ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 11 ആണ്. നമുക്ക് ഒറിജിനോയ്സ് ഇതുവരെയായിട്ടും ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പോൾ ഒറിജിനോയ്സ് വരില്ല എന്നൊക്കെയാണ് വിവോ പറയുന്നത്. എന്തായാലും ഒറിജിനോയ്സ് കൊണ്ടുവന്നേ പറ്റുള്ളൂ, അത് ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും നല്ല ഫീച്ചേഴ്സ് ഐഫോണിൻ്റെ iOSൻ്റെ തുല്യം വരുന്ന അത്രയും പങ്കുവെക്കുന്നൊരു വോയിസ് ആണ് ഒറിജിനൽ വോയിസ്. അത് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്കും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്കിത് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം ഈ ഒരു ഫോണിൻ്റെ അകത്ത്. സോ മുകളിലായിട്ട് 3.5mm ഓഡിയോ ജാക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എൻ്റെ ഇരിക്കുന്ന വേരിയൻറ്റിൻ്റെ അകത്ത് ഒറിജിനൽ വോയിസ് ആണ് വരുന്നത്. കാരണം ഇത് ചൈനീസ് ബേസ്ഡ് സ്മാർട്ട് ഫോണാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഒറിജിനൽ വോയിസ് വരുന്നത്. സോ എൻ്റെ ഇരിക്കുന്നത് 12GB 256 ആണ്. UFS 3.1 കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. സോ ഇതിൻ്റെ LPDDR5X സപ്പോർട്ടഡ് ആണ്. കാരണം ഇതിൻ്റെ പ്രൊസസ്സർ 778 ആണ് സ്നാപ്ഡ്രാഗൻ്റെ. അതുകൊണ്ട് തന്നെ അതിന് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു LPDDR4Xന് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റും നമ്മുടെ 778 ആയിട്ട്. സോ ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. സോ അൺബോക്സിങ് ഇപ്പോൾ കഴിഞ്ഞു. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. 193 ഗ്രാമിൻ്റെ വെയിറ്റ് ആണ്. ബാക്കിലായിട്ട് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് നൽകിയിരിക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത്. എനിക്ക് ഈ ഒരു പാണ്ട ഗ്ലാസ് എന്താണെന്ന് അറിയില്ല. ഗൊറില്ല ഗ്ലാസിനെ പറ്റി കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് പാണ്ട ഗ്ലാസിനെ പറ്റി കേൾക്കുന്നത്. എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞറിയിക്കുക. സോ നല്ലൊരു ഡിസൈനാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ലുക്കിൽ തന്നെ മനസ്സിലാവും നമ്മുടെ iQOO 7ൻ്റെ ഇൻസ്പയർ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. 193 ഗ്രാമേ വരുന്നുള്ളൂ. കുറച്ച് വെയിറ്റ് ഉണ്ട്, എന്നാലും കൂടുതൽ വെയിറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. 6.67 ഇഞ്ചസിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു പഞ്ച് ഹോൾ ക്യാമറ കിട്ടുന്നുണ്ട്, 120 Hz റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്, HDR10+ സപ്പോർട്ടബിൾ ആണ്, 650 നിറ്റ്സ് വരുന്നുണ്ട്, 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ലഭിക്കുന്നുണ്ട്, 395 PPI ഡെൻസിറ്റിയുമാണ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 778ൻ്റെ ഒരു 5G 6nm പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കിടിലൻ പ്രോസറാണ്. സൈഡിലാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. ഗെയിം കളിക്കുമ്പോൾ വലിയ ഹീറ്റ് കിട്ടുന്നില്ല, നല്ല രീതിയിൽ തന്നെ ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ ഹീറ്റൊന്നും കിട്ടുന്നില്ല, പക്ഷേ ചെറുതായിട്ടൊരു ഹീറ്റ് ഈ ഒരു ഫോണിന് നമുക്ക് കിട്ടുന്നുണ്ട്. താഴെയായിട്ട് iQOOൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ക്യാമറ മോഡലും കൂടെ ബാക്കിലായിട്ട് തന്നിട്ടുണ്ട്. യുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് UI ആണ്. നമ്മൾ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് വെക്കുന്ന പെട്ടെന്ന് തന്നെ അൺലോക്കും ആവുന്നുണ്ട്. ആ ഒരു എന്താ പറയുക ഒറിജിനോയ്സും ഈ ഒരു നമ്മുടെ ഹാർഡ്വെയറും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ ഉള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. സോ ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് നോക്കാം. സോ നമുക്ക് മെയിൻ ക്യാമറ 64 MP എഫ് ആപ്പർച്ചർ 1.8ൻ്റെ
126mm വൈഡ് ക്യാമറയാണ്. പിന്നെ നമുക്കൊരു 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയും കൂടെ കിട്ടുന്നുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ അൾട്രാ വൈഡ് ആണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു മാക്രോ ഫോട്ടോസൊക്കെ ഈ ഒരു ഫോണിൽ അത് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഗെയിമിങ്ങും ഇത് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. LPDDR4X ആണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. UFS 2.2 ആണ് ചൈനീസ് വേരിയൻ്റ് കിട്ടുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് LPDDR5Xയിലേക്കും അതോടൊപ്പം UFS 3.1 മാറാനുള്ള സാധ്യതയുണ്ടെന്ന് ലീക്സ് ആൻഡ് റൂമേഴ്സ് പറയുന്നുണ്ട്. സോ 27-ാം തീയതിയാണ് 12 മണിക്കാണ് ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്നത്. എന്തായാലും നല്ലൊരു കിഡിലൻ സ്മാർട്ട് ഫോൺ ആയിരിക്കും. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഗെയിമിങ്ങിൻ്റെ വശത്തേക്ക് പറയുകയാണെങ്കിൽ അൻഡുവിൻ്റെ ബെഞ്ച് റിസൾട്ട്സ് 5 ലക്ഷത്തിന് പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഗെൻഷിൻ ഇമ്പാക്റ്റ് ഒക്കെ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഗെൻഷിൻ ഇമ്പാക്റ്റ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ഹീറ്റ് ഗെൻഷിൻ ഇമ്പാക്റ്റിൽ തോന്നി. പക്ഷേ PUBG മൊബൈൽ വളരെ സ്മൂത്തായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഗെൻഷിൻ ഇമ്പാക്റ്റിലാണ് കുറച്ചൊരു ബാക്ക് ഡ്രോപ്പ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇന്ത്യയിൽ ആരും അങ്ങനെ ഗെൻഷിൻ ഇമ്പാക്റ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല. കൂടുതൽ ആൾക്കാർക്കും PUBG മൊബൈലും ഫ്രീ ഫയർ ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ PUBG മൊബൈൽ ഫ്രീ ഫയർ ഒക്കെ കളിക്കാനും ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ഫോൺ നോക്കുന്നതെങ്കിൽ ഒരു കിടിലൻ ഫോൺ തന്നെയാണ് iQOOൻ്റെ iQOO C5 മോഡൽ. സോ നല്ല രീതിയിൽ തന്നെ ഗെയിംസ് ഒരു ലാഗോ ഒരു ഫ്രെയിം ഡ്രോപ്പോ ഇല്ലാതെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും ഈ ഒരു ഫോണിൻ്റെ അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫോണിൻ്റെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ തന്നിട്ടുണ്ട്. 50% ആണെങ്കിൽ ഏകദേശം 26 മിനിറ്റ് എടുക്കുന്നതാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത്. സോ ചാർജർ ബോക്സിൻ്റെ തന്നെ ഇൻക്ലൂഡഡ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. 3.5mm ജാക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ അകത്ത്. സോ എനിവേ ക്യാമറയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. ഗെയിമിങ്ങിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. ഞാൻ കളിച്ച് നോക്കി. പിന്നെ ഞാൻ എവിടെയോ മറന്നുപോയൊരു കാര്യം എന്താണെന്ന് അറിയാമോ? അത് ക്യാമറയാണെന്ന് തോന്നുന്നു. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സൽ ഉണ്ട്. അത് ഞാൻ മറന്നു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോൺ തന്നെയാണ് iQOOൻ്റെ iQOO C3. സെയിം നമ്മുടെ iQOO 7 കണ്ട അതേ മോഡൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർ ഈ ഒരു ഫോൺ എടുക്കാനിരിക്കുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില 22,000 രൂപയാണ് ഇന്ത്യ വരുന്നത്. മേ ബി ഞാൻ എക്സ്പെക്റ്റഡ് പ്രൈസ് പറയുകയാണ്. അതായിരിക്കും എന്നൊക്കെ ലീക്ക് ആൻഡ് റൂമേഴ്സ് പറയുന്നത്. സോ എന്തോ ആവട്ടെ, ഞാൻ കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ ദിസ് ഈസ് ആതിൻ സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കണ്ടുകൂട്ടാം.